എങ്ങനത്തെ മേക്കപ്പ് വേണ്ടേ? കണ്ണ് നല്ല ഹൈലൈറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ സ്കിന്ന് ഓവറാവല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഡെസ്കി സ്കിന്നിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ നോക്കിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡെസ്കി സ്കിന്നുള്ള കുട്ടികളെ. നല്ല ഭംഗിയല്ല അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശ്രീഷ്മ, ആൾക്കൊരു എൻഗേജ്മെൻറ്റ് ലുക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കൊരു ഗ്രേ കളർ ലെൻസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലെൻസ് വെച്ചപ്പോൾ തന്നെ ആളുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫേസ് കാണാൻ. എക്സ്പെഷ്യലി കണ്ണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ലെൻസ് ആൾ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ യാതൊരു ടെൻഷനൊന്നും ആളുടെ ഫേസിലുണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ഓക്കെ ആയിരുന്നു. ലെൻസ് വെച്ച ശേഷം ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെപ്പോഴും ലെൻസ് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം ഓക്കെ ആയിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യണം ഏറ്റവും നല്ലത്. ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഫിക്സിറ്റിൻ്റെ ഒരു ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും അത് നന്നായിട്ട് ഫേസായിട്ട് സെറ്റ് ചെയ്തിട്ട് മാത്രം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അവർക്ക് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ ലിപ്പിൻ്റെ ഏരിയയിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതേ ടെൻഷനും അതുപോലെ തന്നെ ഉറക്കക്കുറവും ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉറക്കമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക, അതുപോലെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾസ് അതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആളെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ആൾക്കൊന്നുകൂടെ നന്നായിട്ട് ഒരു നാടൻ ലുക്കൊക്കെയാണ് സ്യൂട്ടാവുക. പക്ഷെ നമ്മളിവിടെ ഒരു കുറച്ച് മോഡേൺ ലുക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ മേക്കപ്പ് കുറച്ചും കൂടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് തന്നെ ഒരു പൊടിക്ക് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് നമ്മൾ കൂട്ടി കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഫേസായിട്ട് സെറ്റായി വരും. അപ്പോൾ ഒന്നുകൂടെ ഡിമ്മാവും. അപ്പോൾ ഞാനിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷനിൽ നമ്മൾ ഇൻഗ്ലൂട്ടിൻ്റെ ഒരു ഡ്രോപ്പ് ബ്ലെൻഡിങ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഹുദ ബ്യൂട്ടി കുറച്ച് തിക്കായിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലെൻഡിങ് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അത് ലൂസായിട്ട് ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഒരു ബ്ലെൻഡർ, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. അങ്ങനെ ആകുമ്പോൾ ഓവറായിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ തന്നെ അബ്സോർവ് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളുടെ ഫേസ് ഒരു കുഞ്ഞു ഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോണ്ടോർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിരികം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ആൾക്ക് പിരികം ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പിരികം ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഫേസ് നന്നായിട്ട് മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹെയറൊക്കെ ആദ്യം തന്നെ നമ്മൾ ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഹെയർ നന്നായി ഫ്രണ്ട് പോർഷൻ നമ്മൾ ക്രിംപ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലഷ് നല്ല രീതിയിൽ തന്നെ വേണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹൈലൈറ്ററും ആളുടെ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ടിലോട്ട് തൂക്കിയിടാൻ ആൾ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഹെയർ സ്റ്റൈലിൽ ജസ്റ്റ് സൈഡിലോട്ട് ഒന്ന് പിരിച്ച് കെട്ടി കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കുക ചെയ്തത്. നമ്മളെപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ നന്നായിട്ട് ഓയിൽ ഫ്രീ ആക്കി വെക്കണം കേട്ടോ. ഓയിൽ ഫ്രീ ആക്കി വെച്ചാൽ മാത്രമേ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ആളുടെ ഹെയറിൽ കുറച്ചൊരു ഓയിലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിംപ് ചെയ്തിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ക്രിമ്പിങ് മസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഹെയർ ഓവളിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഓളിയം കൂടാനും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിങ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനും ക്രിമ്പിങ് ചെയ്യുന്നത് മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്രിമ്പിങ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഹെയർ നന്നായിട്ട് ഓയിൽ ഫ്രീ ആക്കി വെക്കണം. അതായത് നല്ലൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴുകി കളയണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഹെയർ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മേക്കപ്പ് കുറച്ച് ഒരു ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഒന്നാമത് ലൈറ്റിൻ്റെ ഒരു എഫക്റ്റാണ്. അതിനുശേഷം നമ്മൾ ഹെയറൊക്കെ ഒന്ന് വാർന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരു കേളി ടൈപ്പ് എക്സ്റ്റൻഷനാണ് ആൾക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഹെയറിൽ. എക്സ്റ്റൻഷൻ
വെച്ച് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കേളി ടൈപ്പ് അത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബാക്കിലോട്ടും. എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്ന ടൈമിൽ അത് ചിലപ്പോൾ ലൂസായി പോരും, അല്ലെങ്കിൽ ചാടി പോരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഹെയർ ആയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കണം. എനിക്കൊന്നും കൂടെ ആളെ മേക്കപ്പ് ഇല്ലാതെയാണ് കേട്ടോ എനിക്കിഷ്ടമായത്. മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭംഗി ആൾക്ക് ഒന്നും കൂടെ മേക്കപ്പ് ഇല്ലാതെയാണ് കേട്ടോ ഇഷ്ടമായത്. പിന്നെ ആൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു മേക്കപ്പിൽ. ആൾക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ടാഫ്റ്റിൻ്റെ ഒരു ഹോൾഡിംഗ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് മുമ്പ് ഞാൻ ഷൈനിങ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹെയർ ഒന്ന് ഭയങ്കര ഷൈനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആളുടെ ഫൈനൽ ലുക്ക് കാണാം. മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതിയ